അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട വീട്ടിൽ കയറിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല. അങ്ങനെ ലൈഫ് ഓഫ് അനന്തുവിന്റെ സിജോയുടെയും വിഷയം ഏകദേശം തീർന്നിരിക്കുകയാണ്. സിജോ കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അനന്തുവിന്റെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടുകാർത്തൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കാര്യം സിജോ വന്നിരുന്ന് പറഞ്ഞൊരു ഡയലോഗ്, പ്രത്യേകിച്ച് ഈ പൈതൃകത്തെ പറ്റിയിട്ടുള്ള ഒരു ഡയലോഗ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് സിജോ എന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. കാര്യം സിജോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. എനിക്കത് പിന്നെ മനസ്സിലായത്. എന്റെ വീഡിയോയ്ക്കകത്ത് ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. സിജോ നിലവിൽ മിക്ക ആൾക്കാരുടെയും വന്ന് തന്തയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് റോക്കിയുടെ തന്തയ്ക്ക് വന്ന് വിളിക്കുന്നു, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുമ്പോഴത്തേക്ക് സിജു ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗാണ് പറയുന്നതെന്നാണ് ഒരുപാട് ആൾക്കാർ പറയണത്. എന്തായാലും നിലവിൽ അനന്തുവിൻ്റെ വീട്ടിൽ ചെന്ന് സോറിയൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. കാര്യം ചെയ്ത തെറ്റ് തിരുത്താൻ കാണിച്ചൊരു മനസ്സ് തന്നെ വലുതാണ്. പക്ഷേ നിങ്ങളുടെ കാര്യം ആലോചിക്കണം, സിജോ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് സിജോയ്ക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതാണ്. കാര്യം അതിന് റീസൺ എന്താണ്? സിജോ പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ്, അല്ലേ? അപ്പൊ ഗാലറി മൊത്തം സിജോയ്ക്ക് എതിരായപ്പം സിജോ ഡയറക്റ്റ് പോയി മാപ്പ് പറഞ്ഞു. ചെയ്ത തെറ്റ് സിജോയ്ക്ക് അത് മനസ്സിലായി. എന്തായാലും അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും സിജോയുടെ അനന്തുവിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്ന വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. യൂട്യൂബിൽ നമ്മൾ വീട്ടുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്തോ വലിയ ശത്രുതാന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ വീട്ടുകാരെ വലിച്ചിട്ടത്? നിങ്ങൾ തമ്മിൽ യാതൊരു ഇഷ്യൂവും കാണത്തില്ല. കാരണം അനന്ത് ഓൾറെഡി പറഞ്ഞു, ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനം ആയതുകൊണ്ട് ഒബ്വിയസ്ലി അവ അത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ എന്തിനാണ് അവന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞത്? ആ ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ഇനിയും ലൈഫിൽ കാണിക്കാതിരിക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലിരിക്കുന്നവരെ ചീത്ത വിളിക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം, ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തിൻ്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായിന്ന് വാചകം വന്നു. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതൊക്കെ സംസാരിച്ചു. മേ ബി അനന്ത് ഇപ്പോൾ അതിനെപ്പറ്റി പറയും. അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട വീട്ടിൽ കയറിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം. കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മൾ ചെയ്ത തെറ്റ് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരിട്ട് പോയി സോറി പറയുമ്പോൾ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് കൂടത്തേ ഉള്ള ആൾക്കാർക്ക്, അതായത് സിജോയുടെ ക്വാളിറ്റി കൂടത്തേ ഉള്ളൂ. അല്ലാതെ ആ ഒരു വീഡിയോ ഇട്ടിട്ട് ഇനി അത് മൈൻഡ് ചെയ്യണ്ട, ഞാൻ നൈസായിട്ട് വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ആൾക്കാർ വിടുമെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും സിജോ ഇവിടെ ആ തെറ്റ് തിരുത്തിയത് തന്നെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ വായി തോന്നിയേക്ക് വിളിച്ചു പറയുമായിരുന്നു അന്ന്. മേ ബി നമുക്ക് ലൈഫാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അപ്പോൾ അനന്തുവിൻ്റെ അമ്മയെ കണ്ടു, അനന്തുവിനെ നേരിട്ട് കണ്ടു. എനിക്ക് അനന്തുവിനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അല്ലേ? ഞാനത് തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിലാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. അനന്തുവിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടില്ല, ഞാൻ പറയില്ല, പ്രശ്നമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക്, അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ചങ്കി തട്ടി പറയുന്നതാണ്, റിയലി സോറി. ഇനി എന്താ പറയാ, ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ പറയണമെന്നാണെങ്കിൽ ഇതുപോലെ പറയണമെന്നാണെങ്കിൽ ഓക്കെ, ഞാൻ അതിനും റെഡിയാണ്. എനിക്ക് ഇതിൽ അനന്ത് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും വേണം സോറി പറയാം, വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ സോറി പറയാൻ. ശരിക്കും ഇവിടെ അനന്തു വലിയ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവൻ നോർമലി ഒരു കോണ്ടന്റ് എന്നുള്ള ഒരു രീതിയിൽ അവൻ ഈ ഒരു വിഷയങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു പോകുന്നു. അല്ലാതെ അവൻ ആരുടെയും വീട്ടിൽ ഇരിക്കുന്ന ഒരു ചീത്ത വിളിക്കാനൊന്നും അവൻ പോകുന്നില്ല. അപ്പൊ നീ പോയിട്ട് സോറി പറയാനും എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ അവിടെ നീ നിന്റെ ക്വാളിറ്റിയാണ് കാണിച്ചത്. ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്. ശരിക്കും സിജോടത്തും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. അല്ലാതെ ഒരിക്കലും അവിടെ വീട്ടുകാരെ ഡ്രാഗ് ചെയ്തിടാനും പൈതൃകത്തെ പറ്റി പറയാനും അതൊക്കെ ഭയങ്കര മോശമാണത്. അനന്ത് വീട്ടിലേക്കൊക്കെ വരും, ഞാൻ അനന്തിന്റെ വീട്ടിലേക്കൊക്കെ വരും. സോറി പറയണമെന്നല്ല, സൗഹൃദത്തിന്റെ പേരിൽ. ഒരു കാര്യമുണ്ട്, ഞാൻ പറയാനുള്ളൂ, എനിക്ക് സിജോ എടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ കോണ്ടന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിനകത്ത് അപ്പുറം ഒന്നുമില്ല. ഇപ്പൊ സിജോ നമുക്കൊരു വീഡിയോ ചെയ്തു, നമ്മൾ അതിനെ റിയാക്ട് ചെയ്തു, വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറയായിരുന്നു, ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം അനന്തിക്ക് ഇതായിട്ട് പറയണം. അനന്തു അത് മനസ്സിലായി പറഞ്ഞപ്പോൾ. അനന്തു ചെയ്ത വീഡിയോക്കകത്ത് അനന്തു വീഡിയോയുടെ ഇപ്പോൾ ഓരോ വീഡിയോസിന്റെയും അതിന്റെ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അത് വീഡിയോ കുറച്ച് ട്രിം ചെയ്തു.
അപ്പോൾ ട്രിം ചെയ്ത വേർഷനൊക്കെ നമ്മൾ അത് മാത്രമേ യൂട്യൂബിൽ അവൈലബിൾ ഉള്ളൂ. അത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ പാരൻസിനാണെങ്കിലും എനിക്കാണെങ്കിലും എൻ്റെ വൈഫിനാണെങ്കിലും എൻ്റെ ഫാമിലിക്കൊക്കെ അത് ഒത്തിരി ഹേർട്ടായി. അങ്ങനെ എനിക്കത് പറഞ്ഞു ഇപ്പോൾ വന്നപ്പോഴത്തേക്കും. ഓക്കെ, ഡ്രിം ചെയ്ത പോർഷൻസ് കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാർക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നി എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് വീഡിയോ ട്രിം ചെയ്യുന്നത്? പല യൂട്യൂബേഴ്സും വീഡിയോസ് ട്രിം ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് നോക്കിയാൽ മതി, എല്ലാം പകുതി ട്രിമ്മാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാവരും ട്രിം ചെയ്ത് കളയും. അത് അതിൻ്റെ ഒരു രീതിയാണ്. പിന്നെ അത് മാത്രമല്ല, തംബ്നെയിൽസും എടുത്ത് ചേഞ്ച് ചെയ്ത് കളയും. അപ്പം ഈ പറയുന്ന വീഡിയോയുടെ പൂർണ്ണ രൂപം കാണാതെയാണ് ശരിക്കും പറഞ്ഞ സിജോ വന്നിരുന്നിട്ട് അനന്തുവിനെ ചീത്ത വിളിച്ചത്. അതായത് അനന്തുവിനെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ അനന്തുവിനെ കോൺടാക്ട് ചെയ്യാനായിരുന്നു നോക്കേണ്ടത്. അനന്തുവിൻ്റെ നമ്പർ കിട്ടാനായിട്ട് വലിയ പ്രയാസമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സിജോ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കണമായിരുന്നു. അല്ലാതെ ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ആ ഒരു ഡയലോഗ് പറഞ്ഞതിനകത്തോട്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് പിരിയുന്നത്. അപ്പോൾ ദേവി ഇത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എൻ്റെ സർജറിയും കാര്യങ്ങളും എൻ്റെ കുറേ ഇഷ്യൂസ് പേഴ്സണൽ എന്ന് ഞാൻ പറയുന്നത് അത് മേ ബി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിൻ്റെ ഒരു വേദന എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. പെട്ടെന്ന് അതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാനൊന്ന് എൻ്റെ വായിന്ന് അങ്ങനെ ഒരു മോശം പരാമർശം കൂടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ സിജോ, സീരിയസ്ലി എന്റെ വീട്ടിൽ അത് വലിയ പ്രശ്നമില്ല. അല്ല, അതെനിക്ക് അറിയില്ല. കാരണം അല്ല, മനസ്സിലായോ, ഞാനിപ്പോ അമ്മയൊക്കെ സംസാരിച്ചു. അമ്മേന്റെ അടുത്ത് പറഞ്ഞത് വന്നപ്പോ പറഞ്ഞു സിജോ. ഞാൻ പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് തന്നെ അറിയാം. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു. അമ്മ ഏത് രീതിയിൽ ദേഷ്യപ്പെട്ടില്ല എനിക്ക് ഉറപ്പാണ്. കാരണം അനന്തിന്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെടില്ല. അമ്മ ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന അപ്പൊ ഞങ്ങള് ഇപ്പോ വന്ന് അമ്മയടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു, ഫാമിലിനൊക്കെ പരിചയപ്പെട്ടു. ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത്. ഉത്സവം കാണാൻ വേണ്ടി പറ്റി. എന്റെ ഉത്സവം കളാക്കി. അല്ല, ഇനി ഉത്സവത്തിനൊക്കെ പൊക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ആ സ്നേഹത്തിൽ ഞങ്ങൾ പിരിയുകയാണ്. എന്നും ആ സ്നേഹം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഓക്കെ, ബൈ ബൈ. അപ്പം ഇത്രയാണ് സംഭവം. എന്തായാലും കൈ കൊടുത്ത് പിരിഞ്ഞു. ഈ ഒരു വീഡിയോക്കകത്ത് സിജു ശരിക്കും അച്ഛനെയും അമ്മയുടെ സോറി പറഞ്ഞു എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനന്തുവിൻ്റെ അടുത്തും കൂടെ ആ ഒരു സോറി പറഞ്ഞായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു തന്നെ. കാര്യം അച്ഛനും അമ്മയുടെ നമ്മൾ സോറി പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ തന്തയ്ക്ക് നിന്നിളകി ഒരാൾ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് പേഴ്സണലി ഹേർട്ട് ആവണമെന്നില്ല, നമുക്കാണത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവണത് അല്ലേ. അപ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഓരോന്ന് റിയാക്ട് ചെയ്യണത്. ശരിക്കും അവൻ്റെ അടുത്തും കൂടി സോറി പറയണമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിനെ സിജോയുടെ വീഡിയോക്കകത്ത് സിജോ പറയുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു സേഫ്റ്റിക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അനന്തും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അതായത് എന്തോ പറയണ്ടായില്ല, രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേബിളിൻ്റെ അടിയിൽ തോക്ക് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. സിജോയാണ് അത് ഈ ഒരു വിഷയം ആദ്യമേ ചെന്നപ്പോഴേ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇനി എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു വിഷയം കോംപ്രമൈസ് ആയിട്ടുണ്ട്. ഇനിയും കഴിവതും ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും സിജോയുടെ വായിൽ നിന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. റോക്കിയുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയ സമയത്ത് നമ്മളെല്ലാവരും സിജോയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സിജോയെ ആരും കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സിജോയുടെ ഗെയിമിനെയൊക്കെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ഞാനും അധികം വലുതായിട്ടൊന്നും സിജോയുടെ കേസ് എടുത്ത് വെച്ച് സംസാരിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിജോയുടെ ഗെയിം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ പറഞ്ഞിട്ടും അത് വിട്ടു. പിന്നെ റോക്കിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് റോക്കി കാണിച്ച വെറും തെമ്മാടിത്തരമാണെന്ന് തന്നെ അന്നും ഇന്നും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അതിന് സിജോ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സർജറി ടൈമിൽ സിജോ ആഹാരം പോലും കഴിക്കാതെ അനുഭവിച്ചത്. പിന്നെ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് അതിനകത്ത് ഒരുപാട് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടില്ല, പകുതിയും കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അതായത് സിജോയുടെ നല്ല പോർഷൻസ് പോലും അവർ പുറത്ത് വിട്ടിട്ടില്ല. പകരം വേറെ കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വിട്ടതെന്നൊക്കെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സിജോയ്ക്ക് അടി കിട്ടിയത് നന്നായി, അല്ലാതെ സിജോയ്ക്ക് നിനക്ക് 2 കിട്ടണമായിരുന്നു, നിനക്ക് അതിൻ്റെ കുറവായിരുന്നു എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും അന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജസ്റ്റ് കണ്ടന്റ് ക്രിയേഷൻ ആണ്. ഓഫ്കോഴ്സ് എനിക്കും അത് തന്നെയാണ്. സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് പേഴ്സണലി യാതൊരുവിധ പ്രശ്നവുമില്ല നമുക്ക് ആർക്കും. പക്ഷേ സിജോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ആരെങ്കിലും റിയാക്ട് ചെയ്യുമ്പോൾ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയും വിളിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര മോശമാണ്. അപ്പം ഇനിയും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മോളെ എന്ന് വിളിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിനകത്തും സിജോ ശരിക്കും തിരുത്തണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം എല്ലാ പെൺപിള്ളാരും ചെയ്യുന്ന ഒരു പണിയാണ് ഈ അടുത്ത് അനന്തു കാണിക്കുന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പം കഴിവതും ഇനിയും അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുക. അതായത് എല്ലാ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലോട്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റും പോണത്. അപ്പോൾ എന്തായാലും അതൊക്കെ തിരുത്തുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.